ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയറുകളെ പറ്റിയിട്ടാണ്. എന്താണ് കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയർ, ഹൈപ്പർ സെക്ഷുവാലിറ്റി, സെക്ഷൽ അഡിക്ഷൻ എന്നൊക്കെ ഇതിനെ വിളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയർ അല്ലെങ്കിൽ ഹൈപ്പർ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്ഷൽ അഡിക്ഷൻ എന്ന് പറയുന്നത്? നമ്മളുടെ സെക്ഷൽ ബിഹേവിയർ ആയാലും ഏർജസ് ആയാലും ഇമ്പൾസുകളായാലും ഒരു ഇന്റൻസ് ഫോക്കസ് ദാറ്റ് കാൺ ബി കൺട്രോൾഡ് എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. അതായത് നമ്മളുടെ സെക്ഷൽ ബിഹേവിയറുകളെയും ഏർജസിനെയും ഇമ്പൾസുകളെയും ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫോക്കസ് ഓഫ് ലൈഫായിട്ട് ഇവ മാറുമ്പോഴാണ് നമുക്കതിനെ സെക്ഷൽ അഡിക്ഷൻ അല്ലെങ്കിൽ ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന് വിളിക്കാനായിട്ട് സാധിക്കുക. ഇതിനകത്ത് മാസ്റ്റർബേഷൻ, പോണോഗ്രഫി, പേയിങ് ഫോർ സെക്സ്, മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഇവയെല്ലാം പെടും. പക്ഷേ ഇവ ഉള്ളത് കൊണ്ട് നമുക്ക് ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതായത് മാസ്റ്റർബേഷനോ അല്ലെങ്കിൽ പോണോഗ്രഫി ഉപയോഗിക്കുന്ന ഒരാളോ ഹൈപ്പർ സെക്ഷുവാലിറ്റി ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇവ ഔട്ട് ഓഫ് കൺട്രോൾ പോകുന്നു, അല്ലെങ്കിൽ ഒൺലി ഫോക്കസ് ഓഫ് ലൈഫായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഒരു നമ്മളുടെ നിയന്ത്രണത്തിന് പുറത്തേക്ക് ഈ ബിഹേവിയറുകൾ മാറുമ്പോഴാണ് നമുക്കതിനെ ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന് വിളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രോപ്പർലി ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആത്മവിശ്വാസത്തെ തന്നെ വളരെ മോശമായിട്ട് ബാധിക്കുവാൻ സാധ്യതയുള്ള ഒന്നാണ് ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ജോലിയെ, പഠനത്തെ, റിലേഷൻഷിപ്പുകളെ, നമ്മളുടെ ആരോഗ്യത്തെ ഒക്കെ വളരെ മോശമായിട്ട് ബാധിക്കുവാൻ സാധ്യതയുള്ള ഒന്നാണ് സെക്ഷൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 6 ലക്ഷണങ്ങളാണ് ഇതിനുള്ളത്. ഈ 6 ലക്ഷണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പർ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്ഷൽ അഡിക്ഷൻ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് അത്യാവശ്യമാണ്. സോ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ സെക്ഷൽ ബിഹേവിയർ ആയാലും ഏർജസ് ആയാലും ഇമ്പൾസുകളായാലും ഒക്കെ ഔട്ട് ഓഫ് കൺട്രോൾ പോകുന്നു, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. 2, നമ്മളുടെ സെക്ഷൽ ഏർജസും ഇമ്പൾസുകളും ബിഹേവിയറുകളും ഒക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ച് നമ്മൾ പരാജയപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. 3, നമ്മൾക്ക് മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാവാനായിട്ട്, അതായത് ലോൺലിനെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇതിൽ നിന്നൊക്കെ ഒഴിവാവാനായിട്ട് നമ്മൾ ഈ സെക്ഷൽ ബിഹേവിയറുകളെ ആശ്രയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. 4, നമുക്ക് ഒരു സെക്ഷൽ ബിഹേവിയർ ചെയ്യാനായിട്ട് ഒരു ഇന്റൻസ് ഏർജ് ഉണ്ടാവുകയും അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു റിലീസ് ഓഫ് ടെൻഷൻ അനുഭവപ്പെടുകയും അതിനുശേഷം ഒരു ഗിൽറ്റ് ആൻഡ് റിഗ്രറ്റ് ഫീലിംഗ് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. 5, നമുക്ക് ഒരു ഹെൽത്തി ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങാനോ അത് സസ്റ്റെയിൻ ചെയ്യാനോ സാധിക്കാതെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. 6, നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ലൈക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലീഗൽ കോംപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ, എന്തെങ്കിലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും ഇതിൽ നിന്ന് പിന്നോട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ 6 ലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലിനെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ഈ വിഷയത്തെ പറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ, എപ്പോഴാണ് ഡോക്ടറിനെ കാണേണ്ടതെന്നും, കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, കാരണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെ അടുത്ത 2 വീഡിയോസിലായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ്സ് എഴുതാൻ മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.